പ്രാർത്ഥനയുടെ വിഷയമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറുന്നതിന് മുൻപേ സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്നെ അവൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച ആ പ്രാർത്ഥനയാണ് ഞാൻ ആക്ച്വലി ആദ്യം അതിലേക്ക് കയറാനാണ് ഞാൻ ആക്ച്വലി ആദ്യം ആഗ്രഹിക്കുന്നത്. അപ്പം അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം തൊട്ട് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നിങ്ങൾ ആരെങ്കിലും സമയമുണ്ടെങ്കിൽ അതിൻ്റെ 6-ാമത്തെ വചനം തൊട്ട് മത്തായി താഴോട്ട് 6 വായിക്കുകയാണെങ്കിൽ മത്തായി മത്തായി 6 6-ന്റെ അതെ മത്തായി 6-ന്റെ 6-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും യേശുക്രിസ്തു ആ സന്ദർഭം എന്തുവാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അത് താഴോട്ട് നമുക്ക് മനസ്സിലാക്കാം. ആരെങ്കിലും മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 6 ഓൺവേർഡ്സ് ഞാൻ വായിക്കുകയാണെങ്കിൽ. മത്തായി ചാപ്റ്റർ 6 മുതൽ വായിക്കണം അല്ലേ? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സിസ്റ്റർ ഒരു മിനിറ്റ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. കാരണം കർത്താവ് പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പം വിഷയം നാമും ദൈവവുമായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ്, ദൈവത്തോടു കൂടെയുള്ള നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഇവിടെ തന്നെ കർത്താവ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ലോകരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിനുപരിയായിട്ട് നമ്മൾ ദൈവത്തോടുള്ള ഒരു സംസാരവും ആ ഒരു രീതിയാണ്, അതിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് രഹസ്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ വിഷയത്തിലാണെങ്കിലും രഹസ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് പറയുന്നു. 7-ാമത്തെ വചനത്തിനകത്ത് പറയുന്നത്, പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നോക്കിക്കേ, നിങ്ങൾ ഈ ജൽപ്പനം ചെയ്യുന്നത് ഏറ്റവും അധികമായിട്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൽ മാത്രമാണ്. ഇസ്ലാമിൽ ഒരു ദിവസത്തിൽ 5 നേരം ഈ ജൽപ്പനം, 17 പ്രാവശ്യം ഈ ജൽപ്പനമാണ്. ജൽപ്പനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് മനുഷ്യന് ഗുണപ്പെടുന്നതോ മനുഷ്യന് സഹായപ്രദമാകുന്ന ഒരു വിഷയവും ഇതിനകത്തില്ല. ഇതിൻ്റെ പൈശാചികതയുടെ വിഷയം ഞാൻ മുന്നിലോട്ട് പറയാം. ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പൈശാചികതയുടെ വിഷയവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മുന്നിലോട്ട് കാണാം. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനം ചെയ്യരുത് എന്ന് പറയുന്നു. പറയുന്നത് അവരോട് തുല്യരാകരുത്. നോക്കിക്കേ, അപ്പം ജാതികളെ പോലെ തുല്യരാകരുത് എന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. അപ്പം നമ്മുടെ പിതാവാം ദൈവത്തിന് ഇതെല്ലാം അറിയാം. നമുക്ക് എന്താണ് വേണ്ടിയത്, എന്താണ് ഓരോ ദിവസവും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നമ്മൾ പുതുക്കെ പണിയുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകളെ ഒരുക്കുകയും ചെയ്യാണ്. സിസ്റ്റർ, അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ പ്രയർ മുഴുവനും വായിച്ചോ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അവരോട് നിങ്ങൾ തുല്യരാകരുത്. ഓക്കെ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ, എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് മതി, മതി പിഴവുകൾ. സിസ്റ്ററെ. അത്രയും ഓക്കെ. മതി. അത്രയും മതി. നമ്മള് യാ മെയിനായിട്ട് നമ്മൾ ലോർഡ്സ് പ്രേയറിന്റെ ഭാഗം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം അവിടെ നിങ്ങൾ നോക്കിക്കേ, വളരെ ക്ലിയർ ആയിട്ട് തന്നെ കർത്താവ് നമുക്കൊരു പ്രിലിമിനറി പ്രാർത്ഥനയുടെ വിഷയത്തിൽ എങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന രീതി ആയിരിക്കണം, നമ്മൾ ദൈവത്തോടുള്ള സംസാരത്തിൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യരുടെ വിഷയത്തിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏഹ് ആം, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. അപ്പം ദൈവത്തോടാണ് ആദ്യം നമ്മൾ ദൈവത്തിനാണ് നമ്മൾ സ്തുതി കൊടുക്കുന്നത്. ഹലോഡ് ബി ദൈ നെയിം, ദൈവത്തിന്റെ ആ പരിശുദ്ധ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞിട്ട് മുന്നിലോട്ട് പറയുന്നത് നിന്റെ രാജ്യം വരണമേ. അപ്പൊ ഓരോ ക്രിസ്ത്യാനിയുടെയും മനസ്സിലെ ആഗ്രഹം എന്തുവാ? എൻ്റെ കർത്താവെ, ഈ ലോകത്ത് ഞാൻ ആയിരിക്കുന്നത് അത് എൻ്റെ ശക്തിയാലോ ബലത്താലോ ഒന്നും അല്ല. എങ്ങനെങ്കിലും നിന്റെ രാജ്യം വരയണമേ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ മരണത്തിന് മുൻപേ നീ നീ ഞങ്ങളെ എതിരേൽപ്പാൻ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതാണ് ഇവിടെ നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. അപ്പം ഡെയിലി നെസസിറ്റീസ്, ആക്രാന്തമല്ല, ഈ ഒത്തിരി അങ്ങ് കണക്കിന് പൈസ കിട്ടണമെന്നോ ഒന്നുമല്ല. ഇവിടുത്തെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. അടുത്ത ഭാഗം നിങ്ങൾ നോക്കിക്കേ, മറ്റുള്ളവരോട് എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ, ഞാനിത് പറയുന്നതിന്റെ ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നമ്മൾക്ക് പറഞ്ഞു തന്ന ഈ പ്രാർത്ഥനയുടെ വിഷയവും നിങ്ങൾ ഈ മുന്നിലോട്ട് കാണാൻ പോകുന്ന സൂറ ഫാത്തിഹയും നിങ്ങളൊന്ന് കമ്പയർ എന്ന് പറഞ്ഞാൽ ഒരു യുനോ ശതമാനം, ഒരു ശതമാനം അല്ല, ഒരു 1% പോലും, ഒരു 0.5% പോലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഈ കാര്യം ഇരിക്കുന്നത്. കാരണം ഈ ഒന്ന് അതിപരിപാവനമായ നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്നും വീണ വചനമാണെങ്കിൽ, അടുത്തത് പിശാചിന്റെ വായിൽ നിന്നും വീണ വാക്കുകളാണ്. സൂറ ഫാത്തിഹ അതിന്റെ 1-ാമത്തെ അധ്യായം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ കർത്താവ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾ അതിന്റെ 12 ഞാൻ വായിക്കാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മുടെ കടക്കാരോട്, അല്ലെങ്കിൽ നമ്മൾക്ക് യുനോ മറ്റുള്ളവരോട് എന്തെങ്കിലും വിദ്വേഷമോ വൈരാഗ്യമോ ഏതെങ്കിലും കടമായി നമ്മുടെ മനസ്സിലിരിക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പം ഏത് രീതിയിലാണെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കാര്യമാണ് കർത്താവ് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ. അപ്പം മറ്റുള്ളവരെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ കാണാൻ പറ്റും. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് വചനത്തിൽ പറയുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പം വളരെ ക്ലിയർ ആയിട്ട് തന്നെ വചനത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഇനി നമുക്ക് ഇസ്ലാമിലെ ഈ ഓപ്പണിംഗ് സൂറ ഫാത്തിഹ അതിന്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇതിന്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് വിവരണങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്റ്റാർട്ടിങ് ഇത് നമുക്കൊരു 1-2 ക്ലാസ്സുകൾ 3 ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇതിനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ ഈ ഭാഗങ്ങൾ എവിടുന്നാണ്, ഈ സിറിയാക് പ്രയറിൽ നിന്ന് ഇത് കോപ്പി അടിച്ചതാണെങ്കിൽ
ആരെങ്കിലും അടിച്ചതാണെന്ന്, അതുപോലെ തന്നെ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഒരു ബ്രദർ അത് ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. മെറ്റിൽഡ സിസ്റ്റർ ആ വീഡിയോസും അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സൂറ ഫാത്തിഹ ഇപ്പോഴത്തെ ഖുറാനിൽ 1-ാമത്തെ അധ്യായമായിട്ട് നിങ്ങൾക്ക് കാണാം. അതാണ് ട്രഡീഷണൽ ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ഖുറാനിൽ 1-ാമത്തെ വാക്യമായിട്ട്, ഒരു 1-ാമത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു നോർമൽ മുസൽമാൻ ഒരു ദിവസത്തിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ അവൻ 17 പ്രാവശ്യം ഓതുന്ന ഒരു ആയത്താണ് സൂറ ഫാത്തിഹ. നോക്കിക്കേ, ഒരു ദിവസം നിസ്കരിക്കുമ്പോൾ 5 പ്രാവശ്യം അവൻ രാവിലത്തെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഉച്ചക്കലത്തെ, ഇടയ്ക്കലത്തെ, അങ്ങനെ 5 നേരത്തെ നിസ്കാരത്തിനകത്ത് 17 പ്രാവശ്യം അവന്റെ മനസ്സിൽ കുത്തിക്കേറുന്ന, അവന്റെ തലയിലേക്ക് കുത്തിക്കേറുന്ന ഒരു വാക്കുകളാണ് ഈ വാക്കുകൾ. നിങ്ങൾ ചിന്തിച്ചോണേ, ഒരു കുഞ്ഞ് അവൻ ജനിച്ച് വളർന്ന് അവനൊരു 2, 3 പ്രായമായി ഒരു 4 വയസ്സായി കഴിയുമ്പോഴത്തേക്കിനും അവനിത് കാണാപ്പാഠം അവൻ ഓതണം. കാണാപ്പാഠം ഓതണമെന്ന് മാത്രമല്ല, അവൻ ഏത് രാത്രിയിൽ ചോദിച്ചാലും അവൻ ഈ കാര്യം പറയാൻ അറിഞ്ഞിരിക്കണമെന്നാണ് ഇവരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. എന്താണെങ്കിലും ഈ ചിലർ പറയുന്ന ഇവരുടെ ചില ഹദീസുകളിലുള്ളത്, ആ ഹദീസ് നിങ്ങൾക്ക് സുനൻ അൻ-നസായി വോളിയം 2 ബുക്ക് നമ്പർ 11 ഹദീസ് നമ്പർ 915, 950, 960, 917 പറയുന്നത്, മുഹമ്മദിന് അള്ളാഹു ഈ ഈ ഈ ആയത്ത്, ഈ സൂറ ഫാത്തിഹ ഇറക്കിക്കൊടുത്ത, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത ആ സമയത്ത് മുഹമ്മദിന്റെ വിചാരം ഇത്, ഈ ഒരു സംഭവം എന്തോ വലിയ ഒരു ഒരു ദിവ്യനിധിയെ പോലെയാണ് മുഹമ്മദിന് കിട്ടിയത് എന്നും, അതുപോലെ തന്നെ ഇത് തോറായിലും ഇഞ്ചിയിലും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും കിട്ടാത്ത ഒരു എന്തോ ബഹുമൂല്യ സാധനമാണ് ഈ ഉമ്മു അൽ ഖുറാനിൽ കിട്ടിയത് എന്ന് മുഹമ്മദ് വിശ്വസിച്ചിരുന്നു. ഓക്കെ. ഇസ്ലാമിക ട്രഡീഷൻസ് അനുസരിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഈ ഭാഗത്തെ പറ്റി പറയുന്ന ഇതര ഹദീസുകൾ നിങ്ങൾക്ക് കാണാം. ഞാനൊരു റെഫറൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. സുനൻ അൻ-നസായി അതിന്റെ വോള്യം 2 ബുക്ക് നമ്പർ 11 ഹദീസ് നമ്പർ 915, 916, 917 നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ. വേറെ ഹദീസുകളിൽ പറയുന്നത്, ജിബ്രീൽ ഈ ചാപ്റ്റർ പറയുമ്പോൾ, അല്ലെങ്കിൽ ജിബ്രീൽ ഗിവിംഗ് ദിസ് ചാപ്റ്റർ സിംഗുലർ സ്റ്റാറ്റസ്, ഒരു സിംഗിൾ സ്റ്റാറ്റസിൽ പറയുന്ന ഒരു അധ്യായം കൂടെയാണ് ഈ അധ്യായം. As the angel sat with Muhammad, the story goes, he heard a sound, looked up and said, "This is a gate which has been opened in heaven today. It was never opened before." നിങ്ങൾ നോക്കിക്കോണേ, ഈ ഒരായത്ത് കിട്ടുമ്പോൾ ചില ഹദീസിൽ പറയുന്നത്, ഒരു ജിബ്രീലിന്റെ രൂപത്തിൽ മലക്ക് വന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞത്, ഈ ആയത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതൊരു സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കുന്നത് പോലെയാണ് ഈ ആയത്ത് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഒരിടത്ത് പറയുന്നു. And then angel came through the gate and Jibril continued, "This is an angel who has come down to earth. He never came down before." അപ്പൊ ഇങ്ങനത്തെ ഒരു ആയത്ത് തരാൻ വേണ്ടിയിട്ട് മറ്റാർക്കും വന്നിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് തന്നെ ഗേറ്റ് തുറന്നിട്ട് നേരെ ജിബ്രീൽ ഇറങ്ങി വന്ന് തന്നതാണെന്ന് പറയുന്നു. എന്താണെങ്കിലും ഈ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഈ ജിബ്രീൽ വന്നിട്ട് മുഹമ്മദിന് കൊടുക്കുന്ന ഈ സൂറയുടെ പല പ്രത്യേകതകൾ ഇസ്ലാമിക സമുദായത്തിലുണ്ട്. ഒന്ന്, ഇവര് 17 പ്രാവശ്യം ഇത് യൂസ് ചെയ്യുന്നു. മറ്റേത്, ഇതിന്റെ കുറച്ച് കുറച്ച് വേറെ സൈഡ്സും ഉണ്ട്. വേറെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മറ്റ് ഇതര രീതികളിൽ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ ഖുറാൻസ് ഫസ്റ്റ് സൂറ ആൻഡ് ദ ലാസ്റ്റ് വേഴ്സ് ഓഫ് ഇറ്റ് സെക്കൻഡ്. യു വിൽ നെവർ റിസൈറ്റ് എ വേർഡ് ഫ്രം ദം വിത്തൗട്ട് ബീങ് ഗിവൻ ദ ബ്ലെസ്സിങ് ഇറ്റ് കണ്ടെയ്ൻസ്. സൂറയിൽ നിന്നും നിങ്ങൾ ഖുറാൻ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന സമയത്ത് യുനോ ഈ ഒരു പർട്ടിക്കുലർ ആയത്ത്, യുനോ ഈ ഒരു പർട്ടിക്കുലർ ആയത്തിൽ നിന്നും കിട്ടുന്ന ആ അനുഗ്രഹം നിങ്ങൾക്ക് മറ്റ് വേറെ ഒരു ഭാഗത്തു നിന്നും കിട്ടുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, എന്താണെങ്കിലും ഇവിടെ ഇവർക്ക് ഇത് ഒരു അനുഗ്രഹം മാത്രമല്ല. ഓക്കെ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു ആയത്ത് ഇതൊരു അനുഗ്രഹം മാത്രമായിട്ടല്ല വിശ്വസിക്കുന്നത്. അതിനുപരി ഇതിൽ കുറച്ച് സ്പിരിച്വൽ പവേഴ്സ് ഉണ്ട്. നോക്കിക്കോണേ, നമ്മൾ മനസ്സിലാക്കുന്നത് രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പൈശാചികതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇതിനകത്ത് സ്പിരിച്വൽ പവേഴ്സ് ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, യൂഷ്വലി നമ്മളിത് ഒരിക്കലും നമ്മൾ ഓതുകയോ അതുപോലെ തന്നെ നമ്മളിത് പാരായണം ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മൾക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മൾക്ക് ഇതര ലാംഗ്വേജസ് ഉണ്ട്. നമ്മൾ ആ ലാംഗ്വേജസിൽ നമ്മൾ വായിക്കുക, അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് എന്തോ സ്പിരിച്വൽ പവേഴ്സ് ഉണ്ടെന്നായിട്ടാണ് ഇസ്ലാമിക സമുദായം ഇതിനെ മനസ്സിലാക്കുന്നത്. ഓൺ വൺ ഒക്കേഷൻസ്, അക്കോർഡിംഗ് ടു ദ ഇസ്ലാമിക് ട്രഡീഷൻ, എ lunatic fettered in chains was cured by the recitation of Al-Fatiha. ഓക്കെ, വേറെ ഒരു ഇസ്ലാമിക് ട്രഡീഷനകത്ത് ഇവരുടെ വിശ്വാസം, ഒരു പ്രാന്തൻ, അവനെ ചെയിനിൽ പിടിച്ചു വെച്ചിരുന്ന ഒരു പ്രാന്തൻ, അവൻ ഈ ഒരു ആയത്ത് ഓതിയപ്പോഴത്തേക്കിനും അവന് എന്തോ ക്യൂർ ആകാൻ പറ്റി, അല്ലെങ്കിൽ അവന് രക്ഷപ്പെടാൻ പറ്റി എന്നുള്ള വിശ്വാസങ്ങൾ ഇവരുടെ ഇടയിലുണ്ട്. Okay, Al-Fatiha also efficiently and eloquently encapsulates many of the principal themes of the Quran and Islam in general. അപ്പം ഇസ്ലാമിൻ്റെ പല ഇവരുടെ ടോപ്പ് 5 ഒരു മുസൽമാൻ അംഗീകരിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള 5 കാര്യങ്ങളാണല്ലോ. ഈമാൻ കാര്യങ്ങളും അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും ഇവർക്കുള്ളത്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഈ സൂറ ഫാത്തിഹയിൽ കിട്ടുന്നുണ്ട് എന്നാണ് ഓരോ മുസൽമാനും അതുപോലെ തന്നെ ഇവരുടെ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: Allah as the Lord of the worlds, who alone is to be worshipped and asked for help, the merciful judge of every soul on the last day. അപ്പൊ ഇവിടെ അള്ളാഹു ആണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അതുപോലെ തന്നെ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനാണ് അന്ത്യദിനത്തിൽ നിങ്ങൾക്ക് സഹായം തരുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഈ സൂറ ഫാത്തിഹ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ 2, 3, 4 ഒക്കെ വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ചാലും നമ്മൾ ഇതിനെ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥനയുടെ 7 അയലത്ത് പോകട്ടെ, ആ ഡിസ്ട്രിക്റ്റിലല്ല, ആ ഒരു കോണ്ടിനെന്റിൽ പോലും വരാൻ കഴകത്തില്ലാത്ത ഒരു പൈശാചികതയാണ് ഈ സൂറ ഫാത്തിഹയ്ക്കകത്തുള്ളത്. എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ, ഇന്ന് നാളെ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പൈശാചികം എന്ന് പറഞ്ഞാൽ അന്യമത വിദ്വേഷമാണ് സൂറ ഫാത്തിഹ ചെയ്യുന്നത്. അന്യമത വിദ്വേഷം. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ് നോക്കിക്കേ. അതിൻ്റെ മത്തായി എഴുതിയ സുവിശേഷം, അതിൻ്റെ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ സൂക്ഷിച്ചു കേട്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, ഒന്നുകൂടെ പറയാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ ക്ഷമിക്കുക. എന്തെങ്കിലും നമ്മളോട് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കുക. എന്നാലേ നിങ്ങളുടെ പിതാവാം ദൈവം നിങ്ങളെ ക്ഷമിക്കത്തുള്ളൂ എന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ, ഇവിടെ അന്യമത വിദ്വേഷമാണ് സൂറ ഫാത്തിഹ. ക്രോണോളജിക്കൽ ഓർഡറിൽ 5-ാമത്തെ നമ്മൾ 4 സൂറകൾ നമ്മൾ നോക്കി. ഒന്ന്
സൂറ അൽ അലക്ക്, രക്തക്കട്ട അല്ലെങ്കിൽ രക്തപിണ്ഡം, അൽ കലം, അൽ മുസമ്മിൽ, അൽ മുദത്തർ. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തേതാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ മെക്കനായത്തായി വരുന്ന ഈ സൂറ ഫാത്തിഹ വരുന്നത്. ഓക്കെ. എന്താണെങ്കിലും ഇവിടെ മുന്നിലോട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ദിസ് സൂറ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി ഇസ്ലാമിക് പ്രയർ. ഇത് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഇസ്ലാമിന്റെ ആണിക്കല്ല്, ഇസ്ലാമിന്റെ തറക്കല്ല്, ഇസ്ലാമിന്റെ ബേസ് ആണ് ഈ സൂറ ഫാത്തിഹ. പലരും നമ്മളുടെ ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇതിനെ പറ്റി, ഈ സൂറ ഫാത്തിഹയെ പറ്റി പഠിക്കുന്നവർ, എനിക്ക് തോന്നുന്നു അവരിതിനെ കൂടുതലായിട്ടും ഇതിന്റെ സിറിയാക് ലക്ഷണറിയിൽ നിന്നും വന്ന ഈ പാർട്സ്, മുഹമ്മദ് കോപ്പി അടിച്ചതും അള്ളാഹു കോപ്പി അടിച്ചതുമായിട്ടുള്ള ഭാഗങ്ങൾ വന്നതും ആ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇവർ ഈ തറക്കല്ലിനെയാണ് അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ മുസ്ലിമും ഇത് എന്താണെങ്കിലും ദിവസത്തിൽ 1, 2, 3, 4 പ്രാവശ്യമെങ്കിലും ഇത് ഓതുന്നതാണ്. ആക്ച്വലി ഒരു 17 പ്രാവശ്യമാണ് ഇതിനെ ഓതേണ്ടത്. എന്താണെങ്കിലും പോട്ടെ. ഓക്കെ, ഇവിടെ മുന്നിലോട്ട് നിങ്ങൾ നോക്കുക. ആൻഡ് ദിസ് സൂറ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് പ്രയർ. മോസ്റ്റ് ഇസ്ലാമിക് സ്കോളേഴ്സ് ഹോൾഡ് ദാറ്റ് ഇറ്റ് വാസ് റിവീൽഡ് ഇൻ മെക്ക. മെക്കയിലാണ് ഇത് റിവീൽ ചെയ്തത് എന്നാണ് കൂടുതലും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഏർലി ഇൻ മുഹമ്മദ്സ് കരിയർ, അപ്പം മുഹമ്മദിന്റെ ജീവിതത്തിൽ ആ വഹി കിട്ടാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഹീറ ഗുഹയിലായിട്ട് മുഹമ്മദ് പോകുന്നു, 3 പ്രാവശ്യം മലക്ക് വന്ന് ഞെരുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഈ ആയത്തുകളൊക്കെ കിട്ടുന്നു. ആ ഏർലിയസ്റ്റ് ടൈമിലാണ് ഈ പർട്ടിക്കുലർ സൂറയും കിട്ടുന്നത് എന്നാണ് ഇവരുടെ ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം. ഓക്കെ. One tradition has Ali ibn Abi Talib, Muhammad's son-in-law, one of his earliest followers and his rightful successor in the eyes of Shiite Muslim, as saying, the opening of the book was revealed in Mecca from a treasure beneath the divine throne. അപ്പം അലി, നമുക്കറിയാമല്ലോ, ഫാത്തിമയുടെ ഭർത്താവായിരിക്കുന്ന അലി, ഷിയാക്കളുടെ അനുസരിച്ച്, അല്ലെങ്കിൽ ഈവൻ സുന്നി പുസ്തകങ്ങൾ, സുന്നി ഹദീസുകൾ അനുസരിച്ച് ശരിയായിട്ടുള്ള മുഹമ്മദിന്റെ അടുത്ത അവകാശിയായി വരുന്നത് അലിയാണ്. അലി ഇബിൻ അബി താലിബ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ മകളുടെ ഭർത്താവാണ് അലി. അപ്പം അലി പറയുന്നത് ഈ ഈ പെർട്ടിക്കുലർ വേഴ്സ് സൂറ ഫാത്തിഹ അത് അള്ളാഹുവിന്റെ അർഷിന്റെ താഴിൽ നിന്നും വന്ന ഒരു നിധിയെ പോലെയാണ്. The opening of the book was revealed in the Mecca from a treasure beneath the divine throne. അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അലി ഇബിൻ അഹ്മദ് അൽ വാലിദ് അസ്ബാബ് അൽ നസൂൽ, ആ പുസ്തകത്തിൽ നിന്ന്, മൊക്രൈൻ ഗൊസൂസ് ആണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്ബാബുൽ നസൂൽ അതിന്റെ 6ാമത്തെ റെഫറൻസ് പുസ്തകത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് പേജിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഈ കാര്യങ്ങൾ അലി പറയുന്നത്. Okay, the 11th century Islamic scholars Al-Wahidi relates a tradition in which the Fatiha, rather than the famous demand from the angel that Muhammad recite, which is enshrined in Surah 96, was the first revelation of the Quran. Okay, ഈ അൽ-വാഹിദി പറയുന്നത് 96-ന് പകരം, സൂറ 96 ആണല്ലോ ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യമേ വരുന്നത്. പക്ഷെ അൽ വാഹിദി പറയുന്നത് ഈ പെർട്ടിക്കുലർ ആയത്ത് സൂറ ഫാത്തിഹയാണ് ആദ്യമായിട്ട് മുഹമ്മദിന് റിവീൽ ചെയ്തത് എന്നാണ് അൽ വാഹിദിയുടെ അഭിപ്രായം. പക്ഷെ മേജർ പണ്ഡിതന്മാരുടെ അഭിപ്രായം ആദ്യമായിട്ട് റിവീൽ ചെയ്ത സൂറ എന്നത് 96 ആണ്, സൂറ അൽ അലക്ക് അല്ലെങ്കിൽ രക്തകണ്ഠ അല്ലെങ്കിൽ രക്തപിണ്ഡം. ഇതിനെപ്പറ്റി പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടുണ്ട്. ഒത്തിരി ഡീറ്റെയിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചെറുതായിട്ടുള്ള ഒരു വിഷയം കൂടെ പറഞ്ഞോട്ടെ. ദിസ് ഈസ് ദി ഒപ്പീനിയൻ ഓഫ് അലി അബി താലിബ്. ദിസ് ഈസ് ഓൾസോ ദി ഒപ്പീനിയൻ ഓഫ്, ഓക്കെ, ഈ അൽ വാഹിദി പറഞ്ഞ ഈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ സൂറ ഫാത്തിഹയാണ് ആദ്യമായിട്ട് മുഹമ്മദിന് കിട്ടിയത്. ഈ അഭിപ്രായം മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുടെ ഭർത്താവ്
അലിക്കും ഈ സെയിം അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സുന്നികൾ ഇത് എങ്ങാനും കേൾക്കുമോ? കാരണം സുന്നികൾ പറയുന്നത് ഷിയാക്കൾ കാഫിറുകളാണ്, ഷിയാക്കൾ പറയുന്നത് സുന്നികൾ കാഫിറുകളാണ്. എന്താണെങ്കിലും ഞാൻ കൂടുതലും അഭിപ്രായപ്പെടുന്നത് ഷിയാക്കളുടെ വാദം കൊണ്ടാണ്. കാരണം ഷിയാക്കൾക്കാണ് കൂടുതൽ ആധികാരികമായിട്ട് ഈ നെക്സ്റ്റ് ഖലീഫയുടെ വിഷയത്തിലൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ അവർക്കാണ് കൂടുതൽ അതോറിറ്റി ഉള്ളത്. ഓക്കെ. എന്താണെങ്കിലും ഈ പെർട്ടിക്കുലർ സൂറ ഫാത്തിഹ ഇതൊരു നോൺസെൻസ് ആണ്. എങ്ങനെയാണ് ഇത് നോൺസെൻസ് ആകുന്നത്? ചിന്തിക്കൂ. ഖുറാന്റെ ഓരോ ആയത്തും മുഹമ്മദിന് അള്ളാഹു ജിബ്രീൽ മുഖാന്തരം ഇറക്കി കൊടുത്തു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമകാരുണ്യൻ, ഇൻ ദ നെയിം ഓഫ് ദ കമ്പാഷനറ്റ് ദ മേഴ്സിഫുൾ, പരമകാരുണ്യനും എന്ന് പറഞ്ഞാണല്ലോ ഈ പോകുന്നത്. ഇതാരാണ് പറയുന്നത്? അള്ളാഹു തന്നെ പ്രാർത്ഥിക്കുകയാണോ? ഇവിടെ കോണ്ടെക്സ്റ്റ് ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ ഒരു അങ്ങനത്തെ ഒരു രീതികളൊന്നുമില്ല. നേരെ അങ്ങ് പരമകാരുണ്യനായ അള്ളാഹു എന്ന് പറഞ്ഞ് അങ്ങ് പോവുക. അപ്പൊ ഇതാരാ പറയുന്നത്? ഇത് അള്ളാഹു പറയുന്നതാണോ, ജിബ്രീൽ പറയുന്നതാണോ, മുഹമ്മദ് പറയുന്നതാണോ, മുഹമ്മദിനോട് എടാ നീ ഇങ്ങനെ പറയുക എന്ന് പറയുന്നതാണോ എന്നുള്ള ഒരു കാര്യവും ഇതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു നോൺ സെൻസിക്കൽ സൂറയാണ്. ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിന്റെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ഇവർ വിചാരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഒരു നോൺസെൻസ് ആണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. ശിഷ്യന്മാർ എന്താണ് ചോദിക്കുന്നത്? ഗുരുവേ, ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നോക്കിക്കേ, അതിന്റെ ആരെങ്കിലും വചനം എടുക്കുകയാണെങ്കിൽ അതിന്റെ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ യുനോ ആം, ഏത് അതിന്റെ വായിക്കാനുണ്ട്? എന്താ സിസ്റ്ററെ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ഇത് 6-ാമത്തേത് മുഴുവനും പ്രാർത്ഥനയെ പറ്റിയാണ്, എങ്ങനെയൊക്കെ അതെ പ്രാർത്ഥിക്കരുത് അതെ അതെ എന്നൊക്കെ അതെ അതെ. ഇതിന്റെ നമ്മൾ ഈ പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ എന്തുവാ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിപ്പീൻ, അതെ നിങ്ങൾ അതെ ഇങ്ങനെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അതെ പറയുന്നത്. അതെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞിട്ട് അതിന്റെ ഒരു മുഖവുര തരികയാ, കോണ്ടെക്സ്റ്റ് തരികയാ. കാരണം അവിടെയുള്ള പരീശന്മാരും ശാസ്ത്രിമാരും പ്രാർത്ഥിക്കുന്ന രീതികളും അതുപോലെ ജൽപ്പനങ്ങൾ ചെയ്യുന്നത് വെറുതെ പോയി ഇങ്ങനെ വളവള വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന്റെ ഒരു മുഖവുര തന്നിട്ടാണ് കർത്താവ് ഈ കാര്യം തുടങ്ങുന്നത് തന്നെ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് തുടങ്ങുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് നോൺസെൻസ് ആണ്. ഇതിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു നോൺസെൻസ് ആണ്. ഇത് അള്ളാഹു ആണോ പറയുന്നത്? അറിയില്ല. ഇത് മുഹമ്മദ് ആണോ പറയുന്നത്? അറിയില്ല. കാരണം മുഹമ്മദ് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഹമ്മദിന്റെ വാക്കുകളായി, അപ്പോൾ തന്നെ ഖുറാൻ തെറ്റായി. അല്ല, ഇത് ജിബ്രീൽ ആണോ പറയുന്നത്? ജിബ്രീൽ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിബ്രീലിന്റെ വാക്കുകളായി. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ അടിവേര് നിൽക്കുന്നത്. നേരെ വഴുവഴുപ്പിലാണ്, അല്ലെങ്കിൽ ഒരു എന്തുവാ സ്ലൈമി ഏരിയയിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന അതായത് സഹോദരന്മാരെ ഒരു കാര്യം മാത്രം. നസ്രിൻ ബ്രദർ പറയുന്നത്, ഈ ആ, ഖുറാനിലെ വാക്കുകളെല്ലാം അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ ഇവിടെ നീ ഇങ്ങനെ പറയുക നബിയെ എന്ന് പറഞ്ഞിട്ടെങ്കിലും തുടങ്ങണമായിരുന്നു, അതെ 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 അല്ലെ? അതെ അതെ ഒരു മുഖവുര കൊടുത്തിട്ട് കുറഞ്ഞ വർഷം ഇപ്പം അള്ളാഹു പറയാണ് നീ എന്തുവാ ഇതാണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ നീ ഓതുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഇതിനകത്തില്ല. അതുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ ഇതൊരു നോൺസെൻസ് ചാപ്റ്റർ ഓതർഷിപ്പ് ആണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഓതർഷിപ്പ് ഇത് ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞതാണെങ്കിൽ അള്ളാഹു പറയണമായിരുന്നു, മുഹമ്മദേ നീ ഇങ്ങനെ പറയണം. അല്ലെങ്കിൽ ജബ്രീൽ ആണെങ്കിൽ ജബ്രീൽ പറയണമായിരുന്നു, അള്ളാഹു അയച്ചു തന്നതാണ് ഈ വചനം എന്ന് പറഞ്ഞിട്ട് പറയണമായിരുന്നു. അല്ല, ഇതിപ്പോ മുഹമ്മദിന്റെ വചനമാണെങ്കിൽ ഇപ്പോ നസ്രീൻ ബ്രദർ പറയുന്ന നോൺസെൻസ് എന്ന് പറയുന്നത്, ഇത് മുഹമ്മദിന്റെ വചനം, പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത് ആരാണ്?
മുഹമ്മദ് തന്നെയല്ലേ പറയുന്നത്. അതുകൊണ്ട് അഥവാ ഒരിക്കലും ഇത് അള്ളാഹു പറഞ്ഞതാകാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെയല്ലേ അല്ല, പറയുന്നത്? ഇവരുടെ ഏറ്റവും അതെ, വലിയ അതെ. ലീസിസ്റ്റ് ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ മനസ്സിലാക്കണമെങ്കിൽ അതല്ല, മനസ്സിലാക്കാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പൊ ഇത് ജിബ്രീൽ എന്ന് പറഞ്ഞ പോസ്റ്റ്മാന്റെ കൊടുത്തു വിട്ട്. അപ്പം ഫസ്റ്റ് പേഴ്സൺ അല്ലാഹു, സെക്കൻഡ് പേഴ്സൺ ജിബ്രീൽ, തേർഡ് പേഴ്സൺ മുഹമ്മദ്, പിന്നെ ഫോർത്ത് അഡ്രസ് ചെയ്യുന്ന ജനങ്ങളോട്. ഇതിന്റെ ആ ഓർഡർ വെച്ച് നമ്മളൊന്ന് ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് എന്തെങ്കിലും ഒരു 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 ഇപ്പൊ ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ദൈവത്തിന്റെ ഒരു കമാൻഡാണ്. അത് പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അല്ല ഒരു പോസ്റ്റ്മാനെ നീ പോയി പറയടാ, കൊടുക്കടാ, എന്നിട്ട് അവൻ പറയടാ എന്നുള്ള രീതിയിലല്ല. ഇവിടെ ഒരു ചാനൽ സെറ്റ് ചെയ്യുക. പക്ഷെ ആ ചാനൽ തന്നെ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഖുറാനകത്ത് കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തോളൂ എന്നിട്ട് നമുക്ക് അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ 2 ഭാഗങ്ങളും നിങ്ങൾക്കിന്ന് കിട്ടിയ ഈ 2 ഭാഗങ്ങൾ നിങ്ങൾ ബൈബിൾ ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ ആ ബൈബിളിലെ വചനങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 തൊട്ട് നിങ്ങൾ വായിച്ചു നോക്കൂ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു തരുന്ന ആ പ്രാർത്ഥനയുടെ വിഷയം നിങ്ങൾ വെക്കുമ്പോൾ അതിന്റെ 7 അയലത്ത് പോലും ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ കൊള്ളാത്ത ഒരു ബുദ്ധിഹീനമായ പുസ്തകത്തിൽ നിന്നും അതിന്റെ തുടക്കം തന്നെ ഒരു ബുദ്ധിഹീനമായ രീതിയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യരാണെങ്കിൽ, നിങ്ങൾക്ക് ദൈവം ചിന്തിക്കുന്ന ഒരു മനസ്സും ചിന്തിക്കുന്ന ഒരു ബുദ്ധിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഒരു ദൈവമെന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ ബുദ്ധിഹീനമായ ഒരു കാര്യം പറയുമോ എന്ന് പറഞ്ഞാൽ, ഒരു മുഖവുരയും പറയാതെ, ഒരു സ്റ്റാർട്ടിങ്ങോ അതിന്റെ ഒരു premise പറയാതെ ഇങ്ങനെ ഒരു കാര്യം പറയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോയില്ല. ഇതിനകത്തുള്ള സംഭവങ്ങൾ, ഇതിനകത്തുള്ള വർഗീയതയെ പറ്റി നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇതിന്റെ ഒരു പ്രിലിമിനറി ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഞാൻ ഇവിടെ തന്നിട്ടുള്ളൂ. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൂടെ ഇനിയും തരാനായിട്ടുണ്ട്. ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഭാഗങ്ങളിൽ കുറച്ച് വിഷയങ്ങൾ കൂടെ തരാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് എടുക്കാം. ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ബോറാകും. അതുകൊണ്ട് ഞാൻ അത് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടെ നമ്മൾ ആ മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ 6-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കുക, അത് മനസ്സിലാക്കുക. ഓരോ ക്രിസ്ത്യാനിക്കും ഏത് സമയത്തും പറയാൻ കഴിയുന്നതും അതുപോലെ തന്നെ അവന്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായിട്ടുള്ള വാക്കുകളാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിൽ സീമിതരാകുന്നില്ല. കർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, നമ്മളുടെ വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമ്മൾ കർത്താവിനോട് പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ ബൈബിളിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ഹിസ്റ്റോറിക്കൽ തെളിവുകൾ, അതുപോലെ തന്നെ അതിന്റെ ഭാഷാ ശൈലി, അതിന്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, സ്നേഹം, ഇതൊക്കെയാണ്. പക്ഷെ ഇസ്ലാമിന്റെ രീതികൾ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ വർഗീയതയാണ്. അതുകൊണ്ട് ഇസ്ലാം മതം വിടൂ, ഇസ്ലാമിനെ ഉപേക്ഷിക്കും, നല്ല മനുഷ്യരായിട്ട് ജീവിക്കും എന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. താങ്ക്